ശബരിമല വിഷയത്തിൽ NSS സർക്കാരിനൊപ്പമാണെന്ന് നമ്മുടെ സുകുമാരൻ നായർ പറഞ്ഞതോടെ കമ്പ്യൂട്ടറും കവടിയും ഉപയോഗിച്ചുള്ള കണക്കുകൂട്ടലുകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. NSSന്റെ ഈ മാറിയ സമീപനം, അല്ലെങ്കിൽ പുതിയ നയം, അല്ലെങ്കിൽ ഇടത്തോട്ടുള്ള ചായ്വ് തെരഞ്ഞെടുപ്പുകളിൽ ആരെ അനുകൂലമായി പ്രതികൂലമായി ബാധിക്കും എന്നൊക്കെയാണ് പത്രങ്ങളായ പത്രങ്ങളും ചാനലുകളും ഒക്കെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമവാക്യങ്ങളിൽ മാറ്റം വന്നു, ബലാബലങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ച. പക്ഷെ ഇത് സംബന്ധിച്ച് കണക്കുകൂട്ടലുകളൊക്കെ നടത്തി ഗവേഷണങ്ങൾ പൂർത്തിയാക്കി ഒരു റിസൾട്ടുമായിട്ട് ആദ്യം വന്നത് CPM. അത് പതിവ് പോലെ CPM ആണ് എപ്പോഴും അക്കാര്യത്തിൽ മുമ്പ് നിൽക്കുക. അവരാണ് അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോഴ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ MV ഗോവിന്ദൻ മാക്സ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ നയംമാറ്റം NSSന്റെ പിന്തുണ അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന സഹായം അത് ഈ മൂന്നാം ഇടതുപക്ഷ മുന്നണി സർക്കാർ വരുന്നതിന്, വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വളരെയേറെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അതായത് അതാണ് അവരുടെ കണക്കുകൂട്ടലുകളുടെയും ഗവേഷണങ്ങളുടെയും ഒരു ഫലം. ഇത് വെറുതെ കണക്കുകൂട്ടി ഒരു കൺമതി കണക്ക് പറയുന്നതൊന്നുമല്ല. കൃത്യമായിട്ട് നമ്മളിപ്പോൾ AKG സെന്ററിൽ സൂപ്പർസോണിക് വേഗതയുള്ള കമ്പ്യൂട്ടറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുപയോഗിച്ച് നടത്തിയ ആ കണക്കുകൂട്ടലില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സോഫ്റ്റ്വെയർ ഒന്നും ഉപയോഗിക്കത്തില്ല. അവരെ നമുക്ക് പണ്ടേ വിശ്വാസമില്ല. അച്യുതാനന്ദന്റെ കാലം മുതൽ നമ്മൾ അവരെ തള്ളിപ്പറയുന്നതാ. നമ്മുടെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഫലം പെട്ടെന്ന് കിട്ടും, അത് അച്ചട്ടായിരിക്കുകയും ചെയ്യും. അതാ അതിൻ്റെ ഒരു ഗുണം. അതനുസരിച്ച് നോക്കുമ്പോഴാണ് ഈ ഫലം. ഞങ്ങൾ പക്ഷേ അല്പം പഴയ ചിന്താഗതിയും ഉള്ളവരാ. ഈ കമ്പ്യൂട്ടറിനെ കണക്ക് കൂട്ടാൻ ഏൽപ്പിച്ചപ്പോൾ തന്നെ ഈ നമ്മൾ മലബാർ ഭാഗത്തുള്ള ചില ജ്യോത്സ്യന്മാരോടും പറഞ്ഞിരുന്നു ഒന്ന് കവടി നിരത്താൻ. ആ വഴിക്കൊന്ന് നോക്കണമല്ലോ, ഏതാ ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണാൻ പോകുന്ന, ഭാര്യാസമേതം പോകുന്ന ചില ജ്യോത്സ്യന്മാരുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. ഭാവി എങ്ങനെയൊക്കെയാണ് നമ്മൾ അന്വേഷിച്ചറിയണമല്ലോ, അതനുസരിച്ച് വേണമല്ലോ നമ്മുടെ കരുനീക്കങ്ങൾ നടത്തുന്നതിന്. അങ്ങനെ പോകുന്ന ചില ജ്യോത്സ്യന്മാരുണ്ട്, അവരോടും പറഞ്ഞിരുന്നു. അപ്പം അവരുടെ റിസൾട്ട് വന്നു. അപ്പൊ കമ്പ്യൂട്ടർ പറഞ്ഞതും കവടി പറഞ്ഞതും ഒന്നാ. ഇനി നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇടതുപക്ഷ സർക്കാർ ഇനിയും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതനുസരിച്ച് മുന്നോട്ട് കാര്യങ്ങൾ നീക്കാം. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തോടൊപ്പം തന്നെ മന്ത്രിസഭ രൂപവൽക്കരണം, ഇതൊക്കെ ആവാം. പണ്ടൊക്കെ ഈ റിസൾട്ട് വന്നിട്ടാ മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പൊ എല്ലാം അച്ചട്ടായ സ്ഥിതിക്ക് ഇതൊക്കെ സമയം കളയാതെ ഒന്നിച്ച് ഒറ്റയടിക്ക് നടത്താവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അതായത് നമ്മൾ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്ഭവനിൽ ചെല്ലുമ്പോഴേ ആ ഭാരതാംബയുടെ ചിത്രം അവിടെ വെക്കരുതെന്ന്, ഇതൊരു ഔദ്യോഗിക പരിപാടിയാണ്, അതിൽ വെക്കരുതെന്ന് നമ്മൾ ഗവർണറെ നേരത്തെ തന്നെ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കി വെച്ചേക്കണം. അല്ലെ പിന്നെ അന്നേരം അതെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുക, പിന്നെ അതിന്മേലൊരു പ്രശ്നമാവുക. അതൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ ഈ രാജ്ഭവന്റെ ഒരു പ്രസിദ്ധീകരണം, എന്തോ രാജഹംസമെന്നോ മറ്റോ പറഞ്ഞൊരു പുതിയ പ്രസിദ്ധീകരണം വരുന്നുണ്ടല്ലോ, അതിന്റെ പ്രകാശന വേളയിൽ ഈ ചിത്രം വെക്കണ്ടെന്ന് ഗവർണർ സമ്മതിച്ചിട്ടുണ്ട്. അതെന്താ കാര്യം? ഇത് രാജ്ഭവന്റെ ഫംഗ്ഷനാ, അതിന് മുഖ്യമന്ത്രി വരണമെന്നുള്ളത് രാജ്ഭവന്റെയും ഗവർണറുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഭാരതാംബയുടെ ചിത്രം വേണ്ട എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോ സത്യപ്രതിജ്ഞയുടെ സമയമാകുമ്പോൾ ഇങ്ങനെ കയറി വട്ടം പിടിച്ചാലോ, ഒരു നിർബന്ധ ബുദ്ധി അങ്ങ് കാണിച്ചാലോ. അതുകൊണ്ട് നേരത്തെ നല്ല വാക്ക് പറഞ്ഞ് അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി വെച്ചേക്കണം. സംഗതി ഇതൊക്കെയാണെങ്കിലും നമ്മുടെ കൂടെ നിന്ന് കുറെ ആളുകളുണ്ട്, ഈ ബുദ്ധിജീവികളും മറ്റും. ഈ പാർട്ടി പറയുന്ന അനുസരിക്കുന്ന കുറെ ബുദ്ധിജീവികളുണ്ട്. അവന്മാരെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, നമ്മൾ പറയുന്ന പോലെ അങ്ങ് നിന്നോളും. ദേശാഭിമാനിയിൽ എന്താണോ വരുന്നത് അതാണ് അവർക്ക് വേദവാക്യം. അതുകൊണ്ട് അക്കാര്യത്തിൽ പേടിയില്ല. അതല്ലാതെ ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം, അതുവഴി നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ബുദ്ധിജീവികളെ ആശിപ്പിച്ചായിരുന്നു. അവന്മാരൊക്കെ നമ്മുടെ കൂടെ രംഗത്തിറങ്ങിയവരാ. ഈ സമരം ഉണ്ടായപ്പോഴേ നമുക്ക് വേണ്ടി പ്രസംഗിക്കുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത അവരിപ്പോൾ ചോദിക്കുക, ഇതെന്തോ ഏർപ്പെടാ സഹാവെന്ന്, നിങ്ങളിതൊന്നും അല്ലല്ലോ ഞങ്ങളോട് പറഞ്ഞു തന്നു, ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന് നിങ്ങളൊരു മാറ്റം വരാൻ കാര്യം എന്താന്ന് എന്നൊക്കെ ഇവന്മാർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. മറുപടി പറഞ്ഞ് മടുത്തു. അതുകൊണ്ട് നമ്മൾ അവസാനം ഒരു കാച്ചം കാച്ചി. ഏത്? കാറൽ മാർക്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന. അതായത് മാറ്റം വരാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന്. അത് പറഞ്ഞ രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, കാറൽ മാർക്സിനെ ഉദ്ധരിച്ച് പറയുമ്പോൾ ഈ ബുദ്ധിജീവികളൊന്ന് അടങ്ങി നിന്നോളും. രണ്ടാമത്, വല്ലപ്പോഴും നമ്മൾ കാറൽ മാർക്സിനെ ഒന്ന് ഓർക്കണ്ടായോ?
മാർക്സ് പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മൾ മറന്നു. സോഷ്യലിസം അടക്കമുള്ളത് നമ്മളെടുത്ത് ഭരണത്തിൽ വെച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ഭരണം അങ്ങനെയാണല്ലോ. സോഷ്യലിസം നമ്മൾ മറന്നുപോയെന്നേ. അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ ചർച്ചയില്ല. സ്ഥിതി സമത്വം, സോഷ്യലിസം, ഇതൊക്കെ പഴയ വാക്കുകളാണ്. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാർക്സിനെ ഒന്ന് സ്മരിക്കണമെങ്കിൽ ഇതുപോലെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത, കുഴപ്പം സൃഷ്ടിക്കാത്ത എന്തെങ്കിലും ഉദ്ധരിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതെടുത്തങ്ങ് ചാമ്പിയത്. പക്ഷേ എന്നിട്ടും ചിലർ ഇത് കുത്തിപ്പോക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ ടെലിവിഷൻ ചാനലുകളിൽ വന്നിരുന്നിട്ട് കുശുമ്പും കുന്നായ്മയും മാത്രം പറയുന്ന ചില ആളുകളുണ്ട്. അവരായിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ ചോദിക്കുക, ഈ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ സർക്കാരിന് വേണ്ടി വാദിച്ച, സംസാരിച്ച, പോരാടിയ നമ്മുടെ സുനിൽ പി ഇളയടം പോലെയുള്ളവരൊക്കെ ഇപ്പം എവിടാന്ന്, അതുപോലെ നമ്മുടെ KN കുഞ്ഞുമുഹമ്മദ്, ഇവരൊക്കെ എവിടെ പോയെന്ന്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ അന്ന് എന്തോ ഒരു സഹായമായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ സ്വരാജ് സഹാവ് അദ്ദേഹം അന്ന് നടത്തിയ ഒരു പ്രസംഗം, അതായത് ഈ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയൊന്നും അല്ല, മാളികപ്പുറത്ത് അമ്മയെ വിവാഹം കഴിച്ച ആളാണ്, ഒരു ഒറ്റ കാഴ്ച കാഴ്ചല്ലോ. അന്ന് ഈ വിശ്വാസികളും ഒരു സ്ത്രീകളും ഞെട്ടിപ്പോയില്ലയോ. സ്വരാജ് എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയക്കാരനല്ല, ബുദ്ധിജീവിയായ ഒരു രാഷ്ട്രീയക്കാരനാണ്. ഇവരൊക്കെ ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചോണ്ട് ഓരോരുത്തർ രംഗത്ത് വന്നിരിക്കുക. ഇവരിവിടൊക്കെ തന്നെയുണ്ട്, അവരെങ്ങും പോയിട്ടൊന്നുമില്ല. ബാക്കി ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർക്ക് ഈ രാഷ്ട്രീയക്കാരെ പോലെയോ അല്ലെങ്കിൽ സമുദായ നേതാക്കളെ പോലെയോ ഒരു നിമിഷം കൊണ്ട് വേഷം മാറാൻ പറ്റുമോ, അഭിപ്രായം മാറ്റാൻ പറ്റുമോ? അത് കുറച്ച് സമയം വേണമെന്നേ. സമയമെടുത്ത് ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ പുതിയ നിലപാടിലേക്ക് വന്നോളാം. ഒരു ശകലം സമയം, ഒരു ബ്രീത്തിങ് സ്പേസ് എന്ന് പറയല്ലേ, അത് നമുക്ക് തരണ്ടായോ? അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പാ. നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക, തയ്യാറായിക്കൊണ്ടിരിക്കുക. സർക്കാരിന് വേണ്ടി, CPM-ന് വേണ്ടി ഏതറ്റം വരെയും പോകാനായിട്ട് നമ്മൾ നിശ്ചയിച്ച് നിൽക്കുകയില്ലയോ? അതിന് പറ്റിയ കുപ്പായം തയ്പ്പിക്കണ്ടായോ? അതിപ്പോ തുണിയെടുത്ത് തയ്യക്കാരനെ ഏൽപ്പിച്ചിരിക്കുക, ആ പുതിയ നയമനുസരിച്ചുള്ള ഒരു കുപ്പായം. അതുപോലെ ഈ പഴയ പ്രസംഗം അതിപ്പോ നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പുതിയ പ്രസംഗങ്ങൾ അതിന്റെ നോട്ടൊക്കെ എഴുതി തയ്യാറായി. ഇനി അത് നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒന്ന് പ്രസംഗിച്ച് പരിശീലിച്ചാൽ മതി. എന്നാലൊരു പേടിയുണ്ട്, പണ്ട് പറഞ്ഞതെങ്ങാനും ഈ പുതിയ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് കയറി വരുമോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മേക്ക് ഓവർ മാറണം, നമ്മുടെ പ്രസംഗത്തിന്റെ രീതി മാറണം, നമ്മുടെ സമീപനം മാറണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ സംശയമൊന്നും വേണ്ട. ഇപ്പൊ ചെറിയൊരു സംശയമുള്ളത്, അതായത് ഈ സുരേഷ് ഗോപിയൊക്കെ പറയുന്നത് പോലെ ചെവിയിൽ പൂടെയുള്ള നായരുടെ മേക്ക് ഓവർ വേണോ അതോ സാധാ നായർ മതിയോ? അത് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, എൻ്റെ സമയം വേണമല്ലോ. ഇപ്പൊ സംഗമം നടന്നു, ആഗോള സംഗമം നടന്നു. ഗവൺമെന്റിന് ധാരാളം പരിപാടികൾ ഇപ്പം ആവിഷ്കരിക്കുന്നുണ്ട്. അതായത് അയ്യപ്പ ജ്യോതി, ശബരിമല സായുജ്യം, ഇങ്ങനെ ഞങ്ങൾ പേരുകൾ ഇട്ടു. ആ പേരുകൾ വെച്ചുകൊണ്ട് എന്ത് പരിപാടി നടത്തണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇതെല്ലാം നടക്കും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അച്ചട്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ നടന്നോളും. അപ്പൊ ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ രംഗത്ത് വന്നോളാം. അത് മാത്രമല്ല, ഈ ശബരിമല കെട്ടുനിറയ്ക്ക് സൗജന്യ കിറ്റ് നൽകാൻ സർക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഈ ബ്രാഞ്ച് തലത്തിൽ കെട്ടുനിറ പരിശീലിപ്പിക്കാനുള്ള ചില ക്ലാസുകൾ അത് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും നടപ്പാക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ സംസ്ഥാനതല ഉദ്ഘാടനമൊക്കെ വരുമ്പോഴേ നമ്മുടെ രംഗത്തിറങ്ങിക്കോളാം. ഈ സംഗമം പറഞ്ഞില്ലേ, ഒരു ബ്രീത്തിങ് സ്പേസിന് വേണ്ടി ഒന്ന് മാറി നിന്നേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ സമസ്യ എന്നൊക്കെ പറയലേ, അതുപോലെ ഒരു ദുരൂഹ സമസ്യ. ഇതുവരെ ശബരിമല കാര്യത്തിന് സർക്കാരിനെതിരായ വളരെ കടുത്ത ശക്തമായ നിലപാടെടുത്തിരുന്ന NSS ഇത്ര പെട്ടെന്ന് നിലപാട് മാറ്റാൻ എന്താ കാര്യം? നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും നമ്മുടെ അറിവില്, അല്ലെങ്കിൽ നാട്ടുകാരുടെ സമൂഹത്തിന്റെ അറിവില് അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായതായിട്ട് അറിവില്ല. ഷടവൂക്കെന്നങ്ങ് തീരുമാനം മാറ്റുകയോ ചെയ്തത്. അയ്യപ്പ സംഘം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് SNDP-ക്കാരങ്ങ് പിന്തുണ പ്രഖ്യാപിച്ചു. ആലോചിച്ച് നോക്കണം, ഈ 2018 ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഈ സ്ത്രീ പ്രവേശനത്തിനെതിരായിട്ട് സമരം നടന്നല്ലോ. ആ സമരത്തെ എതിർത്ത ആളുകളാണ് സത്യം പറഞ്ഞ SNDP-ക്കാര്. ഞങ്ങൾ വേണമെങ്കിൽ ബദൽ സമരം നടത്തും എന്ന് പറഞ്ഞവരാ. അത് അന്ന് വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഈ ശബരിമല സമരം എന്ന് പറയുന്നത് ഒരു രാജാവും ഒരു സമുദായവും ഒരു തന്ത്രിയും കൂടെ ചേർന്ന് നടത്തുന്നതാണെന്ന്. അതായത് പന്തളം കൊട്ടാരവും NSS-ഉം ശബരിമലയെ തന്ത്രി കുടുംബം, ഇവർ മൂന്നുപേരും കൂടെ നടത്തുന്നതാണെന്നല്ലയോ അന്ന് പറഞ്ഞത്. അവർ സംഗമത്തിൽ സമ്മതിച്ചു. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ NSS അങ്ങ് സമ്മതിച്ചത്? അതിന്റെ കാര്യമാണ് നമുക്ക് മനസ്സിലാകാതിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഈ ഇന്റർവ്യൂവിലൊക്കെ ശ്രീ സുകുമാരൻ നായർ പറഞ്ഞ രണ്ടും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പറഞ്ഞത് എന്തുവാ, അതായത് ഈ
സർക്കാർ വിചാരിച്ചായിരുന്നെങ്കിൽ ശബരിമലയിൽ കൂടുതൽ സ്ത്രീകളെ കയറ്റാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. സാറേ, അവര് വിചാരിക്കാതിരുന്നിട്ടാണോ? ശ്രമിച്ചു നോക്കിയതല്ലയോ? അത് പരാജയപ്പെടുത്തിയത് ആരാ? ഈ സമരത്തിന് നേതൃത്വം കൊടുത്തൊരു പ്രധാന ശക്തിയായ NSS അടക്കമുള്ള ഭക്തജനങ്ങള്. അവര് പ്രതിരോധിച്ചപ്പോഴാണ് ഈ സ്ത്രീകളെ ശബരിമലയിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതി പാളിപ്പോയത്. അതാർക്കാ അറിയാൻ മേലാത്തത്? അതുപോലെ തന്നെ തെറ്റുതിരുത്തി വരുമ്പോൾ, അതായത് ആചാര സംരക്ഷണം, വിശ്വാസ സംരക്ഷണം മുതലായ കാര്യങ്ങളിൽ തെറ്റുതിരുത്തി വരുന്നവരെ അവരോട് സഹകരിക്കുന്നില്ലയോ നല്ലതെന്ന്? അതിൻ്റെ ഒരു ലോജിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഈ നമ്മുടെ ഡൗട്ടിങ് തോമസിനെ പോലെ സംശയാലുവായ തോമസ് സംശയം ഇങ്ങനെ മനസ്സിൽ കിടന്ന് നോരയ്ക്കുന്നത് കൊണ്ടായി ചോദിക്കുന്നത് കേട്ടോ. ക്രിസ്തു ശിഷ്യനായ തോമസ്, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ടും തോമസ് വിശ്വസിച്ചില്ല. അദ്ദേഹം എന്തുവാ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ അദ്ദേഹത്തെ ക്രൂശിച്ചപ്പോൾ ഉണ്ടായ ആണിപ്പഴുതുകളിൽ, അല്ലെങ്കിൽ വിലാപ്പുറത്തെ ഉണങ്ങിയ മുറിവുകളിലെ എൻ്റെ വിരലിട്ട് എനിക്ക് ബോധ്യം വന്നാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അത്തരത്തിലൊരു തോന്നൽ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും ഈ NSSന്റെ നയംമാറ്റത്തെ കുറിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പത്രങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂസിലൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, വാസവൻ വന്ന് ഒരു ഉറപ്പ് തന്നു, അത് ഞങ്ങൾ വിശ്വസിച്ചു. അപ്പൊ നമുക്കറിയേണ്ടത് ഈ ഉറപ്പ് എന്തോ സാറേ? ഇതുവരെ ഇല്ലാത്തൊരു ഉറപ്പ് പറഞ്ഞല്ലോ. സുപ്രീം കോടതിയിലെ വിധി അങ്ങനെ തന്നെ നിൽക്കുക. VS അച്യുതാനന്ദൻ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റ് അങ്ങനെ തന്നെ നിൽക്കുക. അതായത് ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെ കടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഫിഡാവിറ്റ്. ഇതെല്ലാം അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ഉറപ്പാ കൊടുത്തത് ഈ വാസവൻ സാറ്? ഒറ്റ കാര്യമേ സെക്രട്ടറി വിശദീകരിച്ച് പറയുന്നുള്ളൂ. ആ ഉറപ്പുകൾ മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടു കൂടിയുള്ളതായിരിക്കണം. സാറേ, അത് സമുദായാംഗങ്ങളെങ്കിലും അറിയിക്കണ്ടേ? അവർ നിങ്ങളുടെ കൂടെ ഈ ആചാര സംരക്ഷണത്തിനും വിശ്വാസ സംരക്ഷണത്തിനും വേണ്ടി കുടിയും പിടിച്ച് നിന്നതല്ലയോ? അതിലിപ്പോ എത്രായിരം പേര് കേസിൽ കുടുങ്ങി കിടക്കുക. കേസിന്റെ ഓരോ അവധിക്ക് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് തേരാപ്പാര പൊക്കോണ്ടിരിക്കുകയല്ലയോ? അവരെങ്കിലും ഒന്നും അറിയണ്ടേ എന്തുവാ നിങ്ങൾ തമ്മിലുണ്ടായ ഈ ധാരണ? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ മാതൃഭൂമിക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിലെ നമ്മുടെ NSSന്റെ ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് പിണറായിയുമായിട്ട് നല്ല ബന്ധമാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. നല്ല കാര്യമാണ്. NSSന്റെ ജനറൽ സെക്രട്ടറിയെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, കാരണം അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണം. നല്ല കാര്യമാണ്. പക്ഷെ മറ്റൊന്മാർ വരത്തില്ല. അവർ പണ്ട് വന്നുകൊണ്ടിരുന്നതാ, അവരായിട്ട് നിർത്തിക്കളഞ്ഞതാണ്. അപ്പൊ ഈ NSS ജനറൽ സെക്രട്ടറിയെ പോയി ഇടയ്ക്കിടയ്ക്ക് കാണുന്നതും കാണാതിരിക്കുന്നതും ആണോ പ്രശ്നം? അതൊരു സിമ്പിൾ കാര്യമല്ലേ? NSS ഒരു വലിയ മഹാപ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാള് എന്നെ വന്ന് കണ്ടില്ല, അതിന് വലിയൊക്കെ വളരെ പ്രധാനപ്പെട്ട ശബരിമല പോലുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തും. പക്ഷെ ഒരു ഊഹം അങ്ങോട്ട് കിട്ടുന്നില്ല. പറയുമായിരിക്കുമല്ലേ കുറെ കഴിയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ പിണറായി വിജയൻ സർക്കാരും NSSും തമ്മിൽ ഉണ്ടാക്കിയ ധാരണ, അവർ തന്ന ഉറപ്പ്, അത് ചിലപ്പോൾ പറയുമായിരിക്കും. നമ്മൾ അതുവരെ കാത്തിരിക്കുകയല്ലാതെ പറയാൻ വഴിയില്ല. പക്ഷെ ഒരു കാര്യമാണ്, ഈ വാസവ സഖാവിനെ സമ്മതിക്കണം കേട്ടോ. കോട്ടയത്തെ ചില മാപ്രകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്ര വിശ്വസിച്ചിട്ടില്ല. പിണറായിക്ക് ഇഷ്ടമുള്ള ഒരു നേതാവ് കോട്ടയത്തുനിന്ന് ഒരു നേതാവ്, കോട്ടയത്ത് നേതാക്കളുടെ ഒരു കുറവുണ്ടായിരുന്നു. സുരേഷ് കുറുപ്പിനെ ഒതുക്കാൻ തീരുമാനിച്ചതോടെ നമ്മൾ വാസവനെ പൊക്കിക്കൊണ്ട് വന്നതാണെന്നാ ചിന്തിച്ചത്. സത്യം പറഞ്ഞാൽ ജഗജില്ലിയാണ് കേട്ടോ. നമ്മൾ സമ്മതിക്കണം. അദ്ദേഹം ഇതിനകം നേടിയെടുത്ത 2 നയതന്ത്ര നേട്ടങ്ങൾ, അത് മാത്രം മതി കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കാൻ. ഒന്നാമത്, മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെ LDFിലേക്ക് കൊണ്ടുവന്നതിന്റെ സൂത്രധാരൻ ഇദ്ദേഹമാണെന്നാണ് ഇപ്പൊ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതുവരെ അവര് പുറത്ത് പറഞ്ഞിരുന്നില്ല, ഇപ്പോഴാണത് പുറത്ത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. മാണി ഗ്രൂപ്പിനെ LDFിലേക്ക് കൊണ്ടുവന്നത് വാസവൻ. ചെറിയ കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. KM മാണി അന്ന് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ EP ജയരാജൻ, അപ്പൂപ്പൻ മന്ത്രി നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ, ഇവരൊക്കെ അന്ന് നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, കോപ്രായങ്ങൾ, മേശ വലിച്ചെറിഞ്ഞത്, ഡൈസ് മുഴുവൻ അടിച്ചു തകർത്തത്, സ്പീക്കർ ഡൈസ്, ഇതൊക്കെ നമ്മൾ കണ്ടതല്ലയോ? കണ്ടതല്ലയോ? മാണി സാറിന് എന്തൊക്കെയാ പറഞ്ഞത്? ബജറ്റ് കള്ളൻ. ഈ കേരള തോകാടിയെന്നൊക്കെ പറയുന്നതിനേക്കാൾ കഷ്ടം പിടിച്ചൊരു പ്രയോഗമായിരുന്നു ബജറ്റ് കള്ളൻ. ആ കേരള കോൺഗ്രസിനെയാണ് വാസവൻ സഖാവ് LDFിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലല്ലയോ ഈ നേട്ടം? NSSനെ പിണറായിയുടെ ആരയിലേക്ക് എത്തിച്ചിരിക്കുക. എന്നും CPMനെ എതിർത്ത ഒരാളാണ് നമ്മുടെ സുകുമാരൻ നായർ. സുകുമാരൻ നായരെ കുറിച്ച് പിണറായി വിജയൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനെ കുറിച്ച് NSS എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോയിപ്പോഴ്. അതാ സത്യം. എന്നിട്ട് പോലും അങ്ങനെ ഒരു NSSനെ ഈ പമ്പാതീരത്ത് നടക്കുന്നൊരു സംഗമം എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ മാത്രം
അവരുടെ നയം മാറ്റിക്കാനും അവരുടെ പ്രതിനിധി അവിടെ കൊണ്ടുവരാനും പിണറായി വിജയനെ പൂഴ്ത്തിക്കൊണ്ട് സംസാരിക്കാനും അവർക്ക് സാധിച്ചു. അല്ലെങ്കിൽ അതിനൊരു കാരണക്കാരനായി എന്ന് പറഞ്ഞാലേ വാസവ സഖാവിന്റെ നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് വിവരിക്കുക? സത്യം പറഞ്ഞാലേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ശശി തരൂരിനെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ വിട്ടില്ലേ, അതുപോലെ ട്രംപുമായിട്ടൊക്കെ സംസാരിക്കാൻ നമ്മുടെ വാസവ സഖാവിനെ അയക്കേണ്ടത്. അത് രാഷ്ട്രീയം നോക്കുന്നത് CPM ആണെന്നോ എതിർപക്ഷമാണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ ഒന്നും വിചാരിക്കേണ്ട. നമുക്ക് രാജ്യ താല്പര്യമല്ലയോ പ്രധാനം? ട്രംപിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ വാസവ സഖാവിനെ വിട്ടാലേ ഈസി ആയിട്ട് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കളിച്ച് നമ്മുടെ വാസവൻ സഖാവേ പഴയ RSP നേതാവ് ബേബി ജോണിന്റെ പേര് ഇല്ലാതാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പോസിറ്റീവായിട്ട് പറഞ്ഞത് കേട്ടോ, നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത്. അതാ എല്ലാവർക്കും സ്വീകാര്യൻ. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കോൺഗ്രസിനും CPM-നും ഘടകകക്ഷികൾക്കും എല്ലാവർക്കും സ്വീകാര്യനായതുകൊണ്ട് ഇവർക്കിടയിൽ തർക്ക വിഷയങ്ങൾ സംസാരിച്ച് രമ്യതയിലെത്തിക്കാനുള്ള ഒരു കഴിവ് അത് ഹെൻറി കിസിഞ്ചർ പണ്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് സെക്രട്ടറിയാ. ഭയങ്കര നയതന്ത്ര വിദഗ്ധനായിരുന്നു. ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധമൊക്കെ നന്നാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വലുതാ. അതുപോലെ കേരള കീസിംഗർ എന്നാണ് അന്ന് ബേബി ജോണിനെ വിളിച്ചിരുന്നത്. ഇപ്പൊ അത് ആ പേര് ബേബി ചാൻ നഷ്ടപ്പെടുമെന്നൊരു സ്ഥിതി വന്നിരിക്കുക. കാരണം ഇപ്പം കേരള കീസിംഗർ എന്ന് വിളിക്കാൻ വാസവനല്ലാതെ വേറെ ആരാണ് അർഹനായിട്ടുള്ളത്? ഇനി നമ്മുടെ വാസവൻ സഖാവിനെ കാത്ത് എത്രയെത്ര പദവികൾ, എത്രയെത്ര ദൗത്യങ്ങൾ, നിയോഗങ്ങൾ കാത്തിരിക്കുന്നു എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഈ സമയത്ത് ഒരു ചെറിയ അപേക്ഷ, സഖാവ് പിണറായി വിജയൻ അടുത്ത തവണ LDF വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ, അങ്ങനെയാണല്ലോ കമ്പ്യൂട്ടറും കബഡിയും പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും കാരണവശാൽ, ഞാൻ അടിവരയിട്ട് പറയുകയാണെ, ഏതെങ്കിലും കാരണവശാൽ അങ്ങ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എങ്കിൽ മാത്രം അവിടെ ഒരു അടിവരയിടുക. എങ്കിൽ മാത്രം നമ്മുടെ വാസവൻ സഖാവിനെ മുഖ്യമന്ത്രിയാക്കണം. അത് നമ്മുടെ സംസ്ഥാനത്തിന് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി CPM മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് മാത്രമേ വരാവൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി പിടിക്കരുത്. കേരളത്തിന് വേണ്ടി പറയുക.